ഞാനിപ്പോൾ ഒരു സോഡ കുപ്പിയൊക്കെ ആയിട്ട് ഇരിക്കണമെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? അപ്പം എനിക്കൊരു മോഹം ഒരു സോഡ സർബത്ത് കുടിക്കാൻ. അപ്പം ഞാനിങ്ങനെ ഒരു സോഡ ഒക്കെ മേടിച്ച് ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ എനിക്ക് ചെറിയൊരു ഐഡിയ ഇങ്ങനെ വന്നു മനസ്സിൽ. അപ്പോൾ അതും നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ സോഡ സർബത്തൊക്കെ ഉണ്ടാക്കി കുടിക്കട്ടെ, എന്നിട്ട് ബാക്കിയുള്ളത് വഴിയേ വരും. അപ്പോൾ ഇതാ നമ്മൾ നല്ല സോഡ സർബത്തൊക്കെ ഉണ്ടാക്കി കുടിച്ചു കേട്ടോ. അപ്പം ഞാൻ സോഡ സർബത്തൊക്കെ കുടിച്ച് ഇതേ ബോട്ടിലിൻ്റെ കവറൊക്കെ ഊരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ അടിവശം കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഒരു കത്തിയൊക്കെ ചൂടാക്കി അടിവശം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതൊക്കെ സിമ്പിളാണ്. പിന്നെ ഞാനതിന് ഒരു പപ്പടക്കോലൊക്കെ ചൂടാക്കി അതിൻ്റെ അടപ്പിൻ്റെ അവിടെ സെൻറ്ററിലായിട്ടൊരു ഹോളിട്ട് കൊടുത്ത്, പിന്നെ അതിൻ്റെ മുകൾ വശത്ത്, അതായത് അടിഭാഗത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഭാഗമില്ലേ, അവിടെ 2 ഹോൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിന് ഇങ്ങനെ നമ്മൾ എന്താണോ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഹോൾസ് ഇട്ട് കൊടുക്കുക. എന്തിനാണ് ഞാനിതിങ്ങനെ ഹോൾസ് ഇടണമെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു 7 ഹോൾസാണ് ഞാൻ ഇട്ടത്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലൊരു ഐഡിയക്ക് അനുസരിച്ചിട്ട് ഹോൾസ് ഇട്ട് കൊടുത്തത്. കുറച്ച് വലിയ ഹോൾസാണ്, കുറച്ച് വലുത്, ഇങ്ങനെ വലുതാക്കി എടുത്ത ഹോൾസൊക്കെ. ഏകദേശം നിങ്ങൾക്ക് എന്താ കാര്യം എന്നൊക്കെ മനസ്സിലായിട്ട് കാണും. അപ്പം നമുക്ക് നമ്മുടെ മുറ്റത്തേക്ക് പോവാം. ഇതുമായിട്ട് നമുക്ക് മുറ്റത്തേക്ക് പോവാം. അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ ബാക്കി പണി. അപ്പോൾ ആദ്യം ഈക്വലായിട്ട് 2 ഹോൾസ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ കൂടെ ഞാനൊരു കമ്പി കുത്തി കയറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിന് ഞാനിതാ ഇവിടെ മതിലിലൊരു സ്റ്റാൻഡ്, അതായത് നമ്മുടെ കുട്ടികളിലൊക്കെ ഡ്രസ്സൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അഴ പോലത്തെ സ്റ്റാൻഡില്ലേ, അതായിരുന്നു. പക്ഷെ അതിൻ്റെ സ്ക്രൂവൊക്കെ പോയിട്ട് പിള്ളേരൊക്കെ വലുതായി. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അത് നാശമായിട്ട് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിവിടെ മതിലിൽ തെറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ ഈ കുപ്പി കെട്ടി വെച്ച്, എന്നിട്ട് ഇനി അതിൽ മണ്ണൊക്കെ നിറച്ച് നമുക്ക് ഇതിൽ മണ്ണൊക്കെ നിറച്ച് നമുക്ക് ചെടി നടാം. അപ്പോൾ ഇതേ ഞാൻ ഇതുപോലത്തെ ഉള്ള ചെടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതങ്ങോട്ട് വേര് പിടിക്കാവുന്ന രീതിയിൽ കയറ്റി വെച്ച് കൊടുത്തു. അതിൻ്റെ വേര് പിടിക്കുന്ന ഭാഗം മണ്ണിൽ അതിലേക്ക് ആക്കിയെടുക്കണം. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ആ ഹോളിൽ കൂടെ ഇങ്ങനെ ഇട്ടിട്ട് കൊടുത്ത്. അപ്പോൾ ആദ്യം കുറച്ച് മണ്ണാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ താഴെയുള്ള ഹോൾസിൽ ചെടി വെച്ചതിന് ശേഷം ബാക്കി മണ്ണിട്ട് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് വേര് പിടിച്ചോളൂല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ബോട്ടിൽസൊന്നും നിങ്ങൾ വെറുതെ കളയണ്ട, വേസ്റ്റാക്കി കളയണ്ട. ഇതുപോലത്തെ ഐഡിയ ഒക്കെ ചെയ്യാം. ചുമരിൽ നമ്മൾ വെറുതെ ബോട്ടിൽസ് ഇങ്ങനെ കാശ് കൊടുത്തിട്ട് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ചെയ്തെടുക്കാൻ സിമ്പിളാണ്. അപ്പോൾ ഇതിന് പെയിൻ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ചെടി വളർന്നു കഴിഞ്ഞാൽ ഈ ബോട്ടിലിൻ്റെ കളറൊന്നും നമ്മൾ കാണില്ല. ചെടി വളർന്നു കഴിഞ്ഞാൽ തന്നെ അത് ഫുള്ള് മൂടി ഇങ്ങനെ പൂവൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയാൽ ഈ ബോട്ടിൽ ഫുള്ളും കവർ ചെയ്ത് നിൽക്കും. അങ്ങനത്തെ ഒരു ചെടിയാണിത്. അപ്പോൾ നമ്മൾ ഇതുപോലെ മണ്ണൊക്കെ നിറച്ച് അതിൻ്റെ സെൻറ്ററിലായിട്ടൊരു ചെടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നനച്ച് കൊടുത്താൽ ഇത് ഒക്കെ പിടിച്ചോളും. ഇതാണ് ഫൈനൽ ലുക്ക്.